ഒരു വിദഗ്ധൻ നമ്മോടൊപ്പം ചേരുകയാണ്. മുഹമ്മദ് ജംഷീർ. അദ്ദേഹം ലൈസൻസ്ഡ് എയർക്രാഫ്റ്റ് എഞ്ചിനീയർ ആണ്. ശ്രീ മുഹമ്മദ് ഷംസീർ, നമ്മളിപ്പോൾ രാജ്യം ഒന്നാകെ ആ വിമാന അപകടത്തിന്റെ നടുക്കത്തിലാണുള്ളത്. ഇപ്പോഴും അറിയില്ല എന്തുകൊണ്ട് ആ അപകടമുണ്ടായി എന്ന്. പലതരത്തിലുള്ള വിലയിരുത്തലുകൾ പല കോണുകളിൽ നിന്ന് വരുന്നുണ്ട്. എന്തായാലും താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? എന്തുകൊണ്ടായിരിക്കും ഇനി ഒരു വലിയൊരു ദുരന്തം ഉണ്ടായിട്ടുണ്ടാവുക? ഹലോ, കേൾക്കാമോ? സർ പറഞ്ഞോളൂ, കേൾക്കാം. ഹലോ സർ, കേൾക്കാമോ? എന്റെ ചോദ്യം കേൾക്കാമോ? കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ കൃത്യമായ ഒരു മെക്കാനിക്കൽ ഫോൾട്ടാണ്, അല്ലെങ്കിൽ മെക്കാനിക്കലി ഒരു ഡാമേജ് സംഭവിച്ചാലാണ് പിന്നെ എയർക്രാഫ്റ്റിന് ഇത്തരത്തില് പവർ ലോസ് സംഭവിച്ച് റീസണുകളിലാണ് എക്സ്പേർട്സ് ഈ പ്രാഥമിക വിലയിരുത്തലിലൂടെ മനസ്സിലാക്കുന്നത്. ഒന്നുകിൽ എയർക്രാഫ്റ്റിന്റെ 2 എഞ്ചിനും മുഴുവനായി പവർ ലോസ് സംഭവിച്ചിട്ടോ, അതല്ലെങ്കിൽ എയർക്രാഫ്റ്റിന്റെ ലിഫ്റ്റ് മുഴുവനായിട്ട് അതിന്റെ ലിഫ്റ്റ് ലോസ് ആയിട്ടോ ആണ് പിന്നെ ഇതുപോലെ അപകടം സംഭവിക്കാൻ സാധ്യതയുള്ളതെന്നാണ് എയർക്രാഫ്റ്റ് എക്സ്പേർട്ടുകൾ നിലവിൽ പറയുന്നത്. അതുപ്രകാരം നോക്കുകയാണെങ്കിൽ 787 എന്ന അഡ്വാൻസ്ഡ് എയർക്രാഫ്റ്റിന്റെ ആദ്യത്തെ ഒരു ക്രാഷ് ആണ് സംഭവിച്ചിട്ടുള്ളത്. 2009 ഇൻട്രൊഡ്യൂസ് ആയിട്ടുള്ള 787 2 വർഷത്തോളം ചില ബാറ്ററി ഫെയിലറുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിലും പിന്നെ അത് 2011 പരിഹരിക്കുകയും പിന്നീട് ഇങ്ങോട്ട് ഏകദേശം 1100ഓളം എയർക്രാഫ്റ്റ് മാർക്കറ്റിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. 80 ഓപ്പറേറ്റേഴ്സ് ഈ എയർക്രാഫ്റ്റ് റൺ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതുവരെ ഒരു എയർ ക്രാഷ് 787 സംഭവിച്ചിട്ടില്ല. ഇത് ആദ്യത്തെ ഒരു ക്രാഷ് ആണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ കൃത്യമായ നിരീക്ഷണം, കൃത്യമായ ഇൻവെസ്റ്റിഗേഷൻ അതിനുശേഷം മാത്രമേ എന്താണ് കാരണമെന്ന് വ്യക്തമാവുകയുള്ളൂ. ഇന്ത്യയിൽ നിന്ന് എക്സ്പേർട്സ് പറയുന്നത് ബേർഡ് സ്ട്രൈക്ക്, ഹെവി ബേർഡ് സ്ട്രൈക്ക് 2 എഞ്ചിനിലും സംഭവിച്ചിട്ടുണ്ടാവാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാനാകില്ല എന്നാണ് പറയുന്നത്. അതുമൂലം എയർക്രാഫ്റ്റിന്റെ എഞ്ചിൻ പവർ ലോസ് ആവാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, ഇത് എയർക്രാഫ്റ്റ് അധികം ഉയരത്തിലേക്ക് പൊങ്ങിയിട്ടില്ല. കുറച്ച് സ്പീഡിൽ പോകുന്ന ഒരു എയർക്രാഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അതിന് സ്റ്റാൻഡ് ബൈ പവറുകൾ കൊണ്ട് അത് കുറച്ചൊക്കെ ലാൻഡ് ചെയ്യാനുള്ള കാപ്പബിലിറ്റി ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇത് എയർക്രാഫ്റ്റ് വളരെ കുറഞ്ഞ ഹൈറ്റിൽ മാത്രം പൊന്തി നേരെ താഴേക്ക് പതിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ആൾട്ടർനേറ്റ് ആയിട്ടുള്ള പവർ ലഭ്യമാവാത്തൊരവസ്ഥ, റാറ്റ് സിസ്റ്റം വർക്ക് ചെയ്യാൻ മാത്രം സ്പീഡും അറ്റൈൻ ചെയ്യാത്ത ഒരു അവസ്ഥയിലാണ് എയർക്രാഫ്റ്റ് ഉണ്ടായിരുന്നത്. ഒരു എഞ്ചിൻ മാത്രം കൊണ്ട് ടേക്ക് ഓഫ് സാധ്യമായിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ് ആണ് ബോയിങ് 787. എന്നാൽ 2 എയർക്രാഫ്റ്റും ലോസ് ആയ ഒരു അവസ്ഥയിൽ മാത്രമേ മുഴുവനായിട്ട് പവർ ലോസ് സംഭവിച്ച് ഇങ്ങനെ ഒരു അപകടത്തിന് സാധ്യതയുള്ളൂ എന്നുള്ളതാണ് എക്സ്പേർട്ടുകൾ പറയുന്നത്. പിന്നെ എന്തായാലും 2 ബ്ലാക്ക് ബോക്സുകളും ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി ബ്ലാക്ക് ബോക്സിൽ നിന്ന് ഡാറ്റകൾ സ്വീകരിച്ച് അതിന്റെ കാരണം കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതുവരെ വെയിറ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ ഒരു നിഗമനത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കില്ല. എന്തായാലും സർ, ഈ അപകടത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ തന്നെ ചില വിദഗ്ധരുടെ ചില വിലയിരുത്തലുകൾ കൂടി വരുന്നുണ്ട്. അതിൽ ചിലർ പറയുന്നത് ഈ 600 അടിയോളം പൊക്കത്തിൽ പറക്കുമ്പോഴും അതിന്റെ ചക്രങ്ങൾ അത് താഴ്ന്നു തന്നെ ഇരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഫ്ലാപ്പുകൾ, ഈ ചിറകിന് പിന്നിലെ ഫ്ലാപ്പുകൾ അത് നേരെ തന്നെ ഇരിക്കുന്നു എന്നൊക്കെ പറയുന്നു. അപ്പോൾ അതൊക്കെ എന്തിന്റെ സൂചനകളാണ്? അതൊക്കെ പൈലറ്റിന് സംഭവിച്ചേക്കാതിരിക്കാനുള്ള ഒരു വീഴ്ചകളാണോ അത്? അല്ലല്ല, ഒരു ഫ്ലൈറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ നിശ്ചിത ടേക്ക് ഓഫിന്റെ ഹൈറ്റിൽ എത്തിയിട്ട് മാത്രമേ അതിന്റെ ഫ്ലൈറ്റ് അണ്ടർ കാരേജ് മുകളിലേക്ക് പോവുകയുള്ളൂ. അത് സ്വാഭാവികമായ ഒരു നിലയായിട്ടുണ്ടായിരുന്നത്. നേരെ മറിച്ച് ഫ്ലാപ്പ് സിസ്റ്റം കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ആയ പൊസിഷനിലാണ് ടേക്ക് ഓഫ് സംഭവിക്കാറുള്ളത്. അപ്പൊ ഫ്ലാപ്പ് സിസ്റ്റത്തിന് ഫുള്ളി എക്സ്റ്റെൻഡഡ് പൊസിഷനിലാണ് CCTV ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത്. അത് കാരണം ലിഫ്റ്റിന്റെ ലോസ്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് എക്സ്പെർട്ടുകൾ വിലയിരുത്തുന്നുണ്ട്. അത് തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷെ എന്നാലും ഒരു പ്രാഥമിക നിഗമനത്തിലൂടെ നമുക്കത് ഉറപ്പിക്കാൻ സാധിക്കില്ല. എന്തായാലും നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, ടേക്ക് ഓഫ് ചെയ്യുന്നു, പിന്നീട് താഴ്ന്നു പറക്കുന്നു, പിന്നീട് ഒന്നുകൂടി താഴ്ന്ന അത് പിന്നീട് അങ്ങനെ അങ്ങ് കത്തി അമരുന്നതാണ് കാണാൻ കഴിയുന്നത്.
ഇത് സത്യത്തിൽ മറ്റെന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് സംഭവിക്കാം? അതെ, എയർക്രാഫ്റ്റിന്റെ ടോട്ടൽ പവർ ലോസ് സംഭവിച്ചാൽ, അതായത് 2 എഞ്ചിനും തകരാറില്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു എഞ്ചിന് മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്ന അവസ്ഥയിൽ പോലും ടേക്ക് ഓഫിന് സാധ്യതയുള്ള ഒരു എയർക്രാഫ്റ്റ് ആണ് ബോയിങ് 787 എന്ന് പറയുന്നത്. ഒട്ടുമിക്ക വലിയ എയർക്രാഫ്റ്റുകളിലും, നിലവിലെ അഡ്വാൻസ്ഡ് എയർക്രാഫ്റ്റുകളിലെല്ലാം 1 എഞ്ചിൻ ടേക്ക് ഓഫ് സാധ്യമായ ടെക്നോളജിയാണ് നിലവിലുള്ളത്. അതുകൊണ്ട് 2 എഞ്ചിൻ ലോസ് ആയ അവസ്ഥയിലോ അതല്ലെങ്കിൽ ഫ്ലാപ്പ് സിസ്റ്റത്തിൽ കൃത്യമായി ലിഫ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാതെ വരികയോ ചെയ്യുക, അല്ലെങ്കിൽ ലിഫ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ കൃത്യമായ വ്യതിയാനം സംഭവിച്ച ഘട്ടത്തിൽ മാത്രമേ ഇങ്ങനെ നേരിട്ട് പതിക്കാനുള്ള. പക്ഷേ